ഇന്ന് നാം രൂപതയുടെ 48-ാം ദിനം, രൂപതാ ദിനം ആഘോഷിക്കുകയാണല്ലോ. 1978 ആരംഭിച്ച നമ്മുടെ രൂപത ഇന്ന് 48-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രത്യാശയുടെ, സേവനത്തിൻ്റെ, സാമൂഹ്യ പ്രതിബദ്ധതയുടെ വലിയൊരു സാക്ഷ്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഈ ആഘോഷത്തിന് ആത്മീയമായിട്ടുള്ള സന്ദേശം യേശു പറയുന്നു. വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? ഈ ദിനത്തിൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്. യജമാനൻ തൻ്റെ വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ കാര്യസ്ഥനെ നിയമിക്കുന്നു. യജമാനൻ വരുമ്പോൾ ജോലിയിൽ തീവ്രതയോടെ, തീഷ്ണതയോടെ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ, അവനാണ് വിശ്വസ്തനും വിവേകിയുമായിട്ടുള്ള കാര്യസ്ഥൻ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈശോയുടെ ദൃഷ്ടിയിൽ ഏറ്റവും വിലമതിക്കപ്പെടുന്ന ഗുണം അത് വിശ്വസ്തതയാണ്. നിരന്തരമായിട്ട് വിമർശിച്ചത് യേശു കാപട്യത്തിനെ കുറിച്ച്. കാപട്യം കണ്ടിടത്തൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കുകയും വിമർശിക്കുകയും ചെയ്തു. വിശ്വസ്തത അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, വിശ്വസ്തത നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ, നമ്മുടെ സമർപ്പണ ജീവിതത്തിൽ, നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ, എല്ലായിടത്തും പ്രകടമാക്കുവാൻ ഈ ദിനത്തിൽ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് നമുക്കും വിശ്വസ്തരും വിവേകികളുമായ കാര്യസ്ഥന്മാരായിട്ട് വർത്തിക്കാം. സഭയുടെ ചരിത്രം കാണുമ്പോൾ എവിടെയൊക്കെ വളർച്ച നേടിയിട്ടുണ്ടോ അവിടെയൊക്കെ വിശ്വസ്തരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. വിശ്വാസം പകർന്ന മാതാപിതാക്കള്, സുവിശേഷത്തിനായി ജീവിതം സമർപ്പിച്ച പുരോഹിതര്, സമർപ്പണത്തോടെ ജീവിതം വ്യയം ചെയ്യുന്ന സന്യാസിനികള്, ആത്മാർത്ഥതയോടുകൂടെ തങ്ങളുടെ ജീവിത തലങ്ങളിൽ സാക്ഷ്യം നൽകുന്ന അൽമായ സഹോദരങ്ങള്. 48 വർഷത്തെ രൂപതയുടെ ചരിത്രവും വിശ്വസ്തതയുടെ ഒരു കഥയാണ്. അഭിവന്യ ജെയിംസ് പിതാവിനെയും കാലം ചെയ്ത രൂപതയുടെ രൂപീകരണത്തിൽ ആത്മാർത്ഥതയോടുകൂടെ സഹകരിച്ച പുരോഹിതര്, സമർപ്പിതര്, അൽമായ സഹോദരങ്ങള് എല്ലാവരെയും നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാം. മദർ തെരേസയുടെ വാക്കുകൾ നമ്മുടെ ചെവികളിൽ ഇരടികളായിട്ട് എന്നുമുണ്ട്. വിജയമല്ല, വിശ്വസ്തതയാണ് ജീവിതത്തിൽ പ്രാധാന്യമായിട്ടുള്ളത്. യേശു വിശ്വസ്തനും വിവേകിയുമായ ദാസനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മിപ്പിക്കുന്നു, സഭയിലെ ഇടയധർമ്മം, നേതൃത്വ പദവികൾ അത് മേൽക്കോയ്മയ്ക്കുള്ള അധികാരമല്ല, സേവനത്തിനുള്ള ചുമതലയാണ്. പുരോഹിതനാകട്ടെ, സന്യാസിയാകട്ടെ, കുടുംബത്തിൻ്റെ തലവനാകട്ടെ, സമൂഹത്തിൻ്റെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്നവനാകട്ടെ, എല്ലാവരും തങ്ങളുടെ ശുശ്രൂഷകള് ദൈവത്തിന് പ്രീതികരമാകുന്നത്
പ്രീതികരമാക്കുന്നത് ശുശ്രൂഷയിലൂടെയാണ്. യഥാർത്ഥ നേതൃത്വം പ്രകടമാക്കേണ്ട സവിശേഷതയും അത് തന്നെയാണ് എന്ന് നമുക്കറിയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദ ഷെപ്പേർഡ്സ് ഷുഡ് സ്മെൽ ലൈക്ക് ദ ഷീപ്പ്. ആടുകളുടെ മണമുള്ള ഇടയന്മാരാകണം. അത് പുരോഹിതരെക്കുറിച്ചും സന്യാസികളെക്കുറിച്ചും അൽമായരെക്കുറിച്ചും ഒക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ അർത്ഥമാക്കുന്നു. ഇടയന്മാർ ജനങ്ങളോടൊപ്പം ജീവിക്കണം, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരാനുള്ള ആത്മാർത്ഥതയുണ്ടാകണം. യേശുവിടെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യജമാനൻ വൈകുന്നു എന്ന് കരുതി ദാസൻ സ്വാർത്ഥ ജീവിതം നയിക്കുകയോ മറ്റുള്ളവരെ അടിക്കുകയോ ചെയ്താൽ, ഉപദ്രവിക്കുകയോ ചെയ്താൽ അവൻ കടുത്ത വിധിക്കായിരിക്കും ഇട നൽകുക. ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നാം എപ്പോഴും സജ്ജരായിരിക്കണമെന്ന് ഈ ഏലിയാസിയ മോശ കാലഘട്ടത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ വ്യക്തി ജീവിതങ്ങള് ഓരോ ദിവസവും വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് ഇടയാകുന്നുണ്ടോ? ദരിദ്രരുടെ കണ്ണുകള് തുടയ്ക്കാനായിട്ട് നമ്മുടെ ജീവിതം സാധ്യമാകുന്നുണ്ടോ? സമൂഹത്തിലെ നീതിയും സ്നേഹവും സമാധാനവും വളർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവയിൽ ഓരോന്നിലും അനുദിനം നാം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. 48-ാം വാർഷികത്തിൽ നമുക്ക് നല്ലവനായിട്ടുള്ള തമ്പുരാനോട് നന്ദി പറയാം. നമ്മുടെ രൂപതയുടെ ആദ്യകാല പരിശ്രമങ്ങൾക്കായി വിശ്വാസം വളർത്തിയ അഭിമന്യ പിതാക്കന്മാരെയും മുൻകാല പുരോഹിതരെയും സന്യാസികളെയും കുടുംബങ്ങളിലെ വിശ്വാസം വിതച്ച മാതാപിതാക്കളെയും നമുക്ക് ഓർക്കാം. ഭാവിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ ദ സാങ്ച്വറി ഓഫ് ലൈഫ്, ജീവന്റെ അഭയകേന്ദ്രമായിട്ട് മാറ്റാനായിട്ട് പരിശ്രമിക്കാം. യുവാക്കളെ വിശ്വാസത്തിന്റെ സാക്ഷികളാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സഭയെ ജീവിച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ അടയാളമായിട്ട് നമുക്ക് മാറ്റാം. 2025 ഇന്നു മുതൽ 2026 സെപ്റ്റംബർ 10 വരെ സുവർണ ജൂബിലിക്ക് ഒരുക്കമായിട്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയായ കുടുംബത്തിൻ്റെ ആത്മീയതയും മഹത്വവും ദൗത്യവും ഉത്തരവാദിത്വവും വീണ്ടും ഓർത്തെടുക്കുവാൻ വേണ്ടി ക്രിസ്തീയ കുടുംബവർഷമായിട്ട് നാം പ്രഖ്യാപിക്കുകയാണ്. സഭാപിതാവായ വിശുദ്ധ ക്രിസോസ്തോം പറയുന്ന വാചകം വളരെ അർത്ഥവത്താണ്. കുടുംബം ഒരു ചെറിയ സഭയാണ്. കുടുംബങ്ങളിൽ നിന്നാണ് വിശ്വാസം വളർന്ന് സമൂഹത്തിലേക്ക് പ്രഘോഷിക്കപ്പെടുന്നത്. മാതാപിതാക്കളുടെ വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ക്ഷമ, കരുണ, നീതി തുടങ്ങി മൂല്യങ്ങൾ മക്കൾക്ക് ജീവിക്കുന്ന സുവിശേഷ സാക്ഷ്യമായിട്ട് മാറാനായിട്ട് കഴിയണം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു, കുടുംബത്തിൽ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷമാണ് സഭയുടെ സന്തോഷം. കുടുംബത്തിൽ സന്തോഷമില്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വളരുന്ന വൈദികർക്കോ സമർപ്പിതർക്കോ കുടുംബാംഗങ്ങൾക്കോ സന്തോഷമുണ്ടാകില്ല. കുടുംബത്തിൻ്റെ ആനന്ദമാണ്
സഭയുടെ ആനന്ദം. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ കുടുംബങ്ങളെ ശക്തിപ്പെടുത്താതെ സഭയുടെ ഭാവി ഉറപ്പിക്കാൻ കഴിയില്ല. ഈ കുടുംബ വർഷത്തിൽ നമ്മുടെ രൂപതയിലെ ഓരോ ഭവനവും വിശ്വാസത്തിൽ വേരൂന്നി സ്നേഹത്തിൽ വളരാൻ കഴിയട്ടെ. ജീവിക്കുന്ന സുവിശേഷമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറാനായിട്ട് ഇടയാകട്ടെ. സുവർണ ജൂബിലിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഏറ്റെടുക്കാവുന്ന ചില തീരുമാനങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറ്റണം. നമ്മുടെ കുടുംബ പ്രാർത്ഥന, നമ്മുടെ വചനവായന, വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ പങ്കാളിത്തം, യുവാക്കളുടെ ആത്മീയമായിട്ടുള്ള രൂപീകരണം, ഇതിനൊക്കെ പ്രാധാന്യം കൽപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയണം. 2026 സിറോ മലബാർ സഭയിൽ സാമുദായിക ശാക്തീകരണ വർഷമായിട്ട് കൂടെ ആഘോഷിക്കുകയാണ്. അപ്പോൾ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തിയാലേ സമുദായം ശക്തിപ്പെടുകയുള്ളൂ, സഭ ശക്തിപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ കുടുംബങ്ങളിലൂടെ സമുദായത്തെ, സഭയെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവും നിർവഹിക്കാൻ ദമ്പതികളെ ശക്തരാക്കുക എന്നുള്ളത്. കൂടാതെ ലഹരിയുടെ കെടുതികളിൽ നിന്നും നമ്മുടെ യുവാക്കളെ സംരക്ഷിക്കുവാൻ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പരിശ്രമിക്കണം. ദരിദ്രർക്കും രോഗികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഭവനരഹിതർക്കും സഭയുടെ കൈത്താങ്ങ് എത്തിക്കുവാനായിട്ട് സാധിക്കണം. കുട്ടികൾക്കും യുവാക്കൾക്കും നൽകുന്ന വിശ്വാസ പരിശീലനം അതൊരു അധ്യയന തലത്തിൽ നിൽക്കാതെ ക്രിസ്തീയ സാക്ഷ്യത്തിന് അവരെ പ്രാപ്തരാക്കുവാനും ഈശോയെ രക്ഷകനായിട്ട് കണ്ട് അത് പ്രഘോഷിക്കാനും അവരെ ശക്തിപ്പെടുത്തണം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ ലൗദാത്തോ സി നമ്മെ പഠിപ്പിക്കുന്നു പോലെ പ്രകൃതിയെ സംരക്ഷിക്കാൻ, പരിസ്ഥിതി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമുക്ക് സന്നദ്ധമാകുകയും ചെയ്യണം. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കുടുംബവർഷത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്ന വഴിയായിട്ട് നമ്മുടെ സമുദായത്തെയും നമ്മുടെ സഭയെയും നമ്മുടെ രൂപതയെയും നമ്മുടെ ഇടവകകളെയും നമ്മുടെ സംഘടനകളെയും നമ്മുടെ പ്രസ്ഥാനങ്ങളെയും നമ്മുടെ സ്ഥാപനങ്ങളെയും ശക്തിപ്പെടുത്തുവാനായിട്ട് കഴിയണം. ഇവിടെ നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: നിങ്ങൾ വിശ്വസ്തരും വിവേകികളുമായ കാര്യസ്ഥന്മാരാണോ? രൂപതയുടെ 48ാം രൂപതാ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഞങ്ങൾ എന്നും വളരും. സേവനത്തിൻ്റെ ആത്മാവിൽ ഞങ്ങൾ എന്നും ജീവിക്കും. കുടുംബങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറും. അപ്പോൾ യജമാനൻ പ്രതാപത്തോടുകൂടെ വരുമ്പോൾ നമ്മളെക്കുറിച്ചും പറയട്ടെ: വിശ്വസ്തനായ ദാസൻ അഥവാ ദാസി, നിന്നെ ഞാൻ കണ്ടു, നീ ഭാഗ്യവാനാണ്. അങ്ങനെ ഭാഗ്യപ്പെട്ട വ്യക്തികളായിട്ട് സ്വർഗീയമായിട്ടുള്ള ആനന്ദത്തിൽ പ്രവേശിക്കാൻ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ രൂപതാ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് എപ്പോഴും